ഹലോ, ഇന്നത്തെ ഉച്ചയൂണ് കണ്ടാലോ? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മത്തങ്ങ കറി കഴിക്കാൻ ഒരു കൊതിയുണ്ട്. അങ്ങനെ നേരെ കടയിലോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു വലിയ മത്തങ്ങ കണ്ടു. അപ്പോൾ അത് മുഴുവനായിട്ട് വാങ്ങിയാൽ മത്തങ്ങ ചലഞ്ചൊക്കെ വെച്ച് നമ്മൾ തീർക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ വാങ്ങിയെടുത്തു. കൂടെ കുറച്ച് കോവയ്ക്കും കൂടി വാരി എടുത്തിട്ടുണ്ട്. അങ്ങനെ കറി വെക്കാൻ വേണ്ടി മത്തങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് നരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് വെള്ളം അത് മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ ഒരു പാനിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് ചട്ടി കാച്ചെടുക്കുമ്പോഴേക്കും മത്തങ്ങ കറി റെഡിയായി. ഇനി ഇത് നല്ല മൊഞ്ചുള്ള വൈതനങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് വട്ടത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെറുതെ ഫോൺ നോക്കി നിന്നപ്പോൾ ഒരിക്കൽ കണ്ടതാണ് ഈ ഒരു ഐറ്റം, വൈതനങ്ങ ഫ്രൈയും പിന്നെ അതേപോലെ തൈരും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു സംഭവം. കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വൈതനങ്ങയിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അത് തൈരിലേക്ക് ഇട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈതനങ്ങ കറിയും കൂടി റെഡി ആയിട്ടുണ്ട്. സമയം ഇത്തിരിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ കോവക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. ഈ കോവയ്ക്ക് ഒന്ന് ചടപടാന്ന് പറഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ട് കട്ട് ചെയ്യാം. എനിക്ക് വേവാൻ കുറച്ച് ടൈം എടുത്ത പോലെ തോന്നി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കോവയ്ക്കും പിന്നെ ആഡംബരത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോവക്ക മേക്ക് വരട്ടത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് സമയം ബാക്കി വന്നപ്പോൾ കുറച്ച് ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മണങ്ങുന്നതാണ് കേട്ടോ പറയാം. അങ്ങനെ ചോറ് റെഡിയായി. അപ്പോൾ ചൂടോടെ കഴിക്കാമെന്ന് കരുതി ഇതാ ചൂട് ചോറിലേക്ക് കോവക്ക മെഴുക്ക് വരട്ടതും പിന്നെ മത്തങ്ങ കറിയും പിന്നെ സ്പെഷ്യൽ വൈതനങ്ങ കറിയും ഫിഷ് ഫ്രൈയും കൂടി കൂട്ടി നല്ല വിഭവസമൃദ്ധമായ ഊണ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.